രശ്മി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ശിവേലി വരുന്നത് ഒരു ദിവസം 3 തവണയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അലങ്കാരം, അത്താഴപൂജ ഇതൊക്കെ എപ്പോഴാണ് വരുന്നതെന്നും കൂടി പറയാമോ? ഉഷപൂജ വരുന്നത് രാവിലെ 6 മണിക്കും 6:30ക്കും ഇടയിലാണ് കേട്ടോ. ഉഷപൂജ നട തുറക്കുന്നത് 6:20 ആ സമയത്താണ്. 6:30 വരെ പിന്നീട് നാലമ്പലത്തിനകത്തേക്ക് ദർശനം ഉണ്ടാവുള്ളൂ. കാരണം അതിനുശേഷം അവിടെ ശിവേലിക്ക് ഭക്തജനങ്ങളെ നാലമ്പലത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കടത്തിയതിന് ശേഷം വേണം ഗുരുവായൂരപ്പനെ തിടമ്പുള്ളിയെ പുറത്തേക്ക് എഴുന്നള്ളാനായിട്ട്. അപ്പം അതുകൊണ്ട് 6:15 നട തുറക്കുക. 6:15, 6:20 ഉള്ളിൽ നട തുറക്കും. 6:30 വരെ നമുക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. അതിനുശേഷം ശിവേലിക്ക് ശേഷമാണ് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് കടക്കാൻ സാധിക്കുക. ഇതിന് ശേഷം വരുന്നത് പന്തീരടി പൂജ. പന്തീരടി പൂജ ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണെങ്കിൽ 18 പൂജകളിൽ പെടുന്നതായ കാരണം വളരെ നേരം 18 പൂജകളുള്ള കാരണം വളരെ നേരം വൈകിട്ട് 11 മണിക്ക് ശേഷമാണ് പന്തീരടി പൂജ വരിക. അതല്ല സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ 8 മണിക്ക് പന്തീരടി പൂജയാവും. 8 മണി തൊട്ട് 8:15 ഉള്ളിലാണ് പന്തീരടി പൂജ നിവേദ്യമാവുന്നത്. നിവേദ്യവും പൂജയും കഴിഞ്ഞിട്ട് 8:45 കൂടിയിട്ടാണ് നട തുറക്കുന്നത്. ഇനി ഉച്ചപൂജ വരുന്നത്, ഉച്ചപൂജ നേദ്യമാവുന്നത് 11:30 മുതലാണ്. 11:30ക്ക് നേദ്യവും പൂജയും കഴിഞ്ഞ് 12:30 കൂടിയിട്ടാണ് നട തുറക്കുന്നത്, ഉച്ചപൂജ നട തുറക്കുന്നത്. ഇനി അടുത്തത് അത്താഴപൂജയാണ്. അത്താഴപൂജ വരുന്നത് 7:30 മുതൽ 7:45 ഉള്ളിലാണ് നിവേദ്യ സമയം. നിവേദ്യവും പൂജയും കഴിഞ്ഞ് 8:15, 8:20 ഉള്ളിലാണ് നട തുറക്കുന്നത് കേട്ടോ. 9:15 വരെയാണ് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴേക്കും വിളക്കെഴുന്നള്ളിപ്പിന് പുറത്തേക്ക് എഴുന്നള്ളേണ്ട സമയമായി. അപ്പോൾ ഈ സമയങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാവും. മിക്കവാറും ഈ പറഞ്ഞ സമയത്ത് തന്നെയാണ്. മറ്റശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഇടയ്ക്കൊക്കെ പുണ്യാഹം വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താളപ്പിഴകൾ സംഭവിക്കാം.